നമസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം അവിടുത്തെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നല്ല രീതിയിലുള്ള ഒരു പുനരുദ്ധാരണ പാക്കേജ് തന്നെ നടപ്പിലാക്കുകയുണ്ടായി. ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം ജനങ്ങളുടെ മുമ്പിലെയും വീടുകളിൽ ഈ ധനസമാഹരണത്തിനും അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ജനങ്ങളെ, അവിടുത്തെ ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഈ പാക്കേജിലേക്ക് സാമ്പത്തികം സമാഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലും അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ തുടങ്ങിയ പല വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ച് നമ്മൾ ഈ മുണ്ടക്കൈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുകയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പാക്കേജ് തന്നെ രൂപീകരിക്കുകയുണ്ടായി. ഈ പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ ആ ദുരന്ത ബാധിതർക്ക് അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനും ആ ടൗൺഷിപ്പ് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല വീഡിയോകളും ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് പറയുവാൻ കാരണം നമ്മുടെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ, കേരളത്തിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന്റെ പേരിൽ ഒരുപാട് പൈസ പിരിക്കുകയും ആ പൈസ പിരിക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള കണക്കുകളോ ഒന്നും വെക്കാതെ ശൂന്യതയിലേക്ക് കുറെ ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോ ഈ ഏതാനും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സമയത്തും ഇവർ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2016 ശേഷം LDF സർക്കാർ തന്നെയാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 2016 ശേഷമുള്ള ഓരോ ദുരന്ത ഘട്ടങ്ങളിലും 2016 ശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ദുരന്തമായിരുന്നു ഓഖി ദുരന്തം. ആ ഓഖി ദുരന്തമുണ്ടായി. അവിടെ ആ സ്ഥലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്ന സമയത്ത് ആ മുഖ്യമന്ത്രിയെ അവിടെ ആ ദുരന്ത ബാധിതരെ കാണുന്നതിനോ അവരോട് സംവദിക്കുന്നതിനോ സമ്മതിക്കാതെ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ അവിടുന്ന് ഓടിച്ചത് നമ്മൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ കേരളീയർ ഓരോരുത്തരും അത് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ആ ദുരന്തത്തിൽ പെട്ടുപോയവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി. ആ ഓഖി ദുരന്തത്തിൽ പെട്ടവരെ കൃത്യമായി പുനരധിവസിപ്പിക്കുന്നതിനും ആ ഓഖി ദുരന്തത്തിൽപ്പെട്ട മുഴുവനും ആൾക്കാരെയും നല്ല രീതിയിലുള്ള ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തി സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ടവരെ സാമ്പത്തികമായി സഹായിച്ചും അതുപോലെ തന്നെ വീട് വെച്ച് കൊടുക്കേണ്ടവർക്ക് വീട് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് വന്ന ഓരോ ദുരന്ത മേഖലകളിലും നമ്മൾ പ്രത്യേകം കാണേണ്ട ഒരു കാഴ്ചയുണ്ട്. ഇവർ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം 9-9.5 വർഷമായി പ്രതിപക്ഷത്ത് തന്നെയാണ്. അതിന്റെ ആ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്ക് ലേശം പോലും ഇല്ല എന്ന് ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിച്ച ഒരു കാര്യമായിരുന്നു ആ കുട്ടനാട്ടിലെ ആൾക്കാർക്ക് 1000 വീട് നിർമ്മിച്ചു നൽകുമെന്ന്. എന്നിട്ട് 1000 വീട് പോയിട്ട് 500 വീടെങ്കിലും ഇവർ നിർമ്മിച്ചു നൽകിയോ? യഥാർത്ഥത്തിൽ ഇവർ ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ചിരുന്നു. പല വ്യക്തികളിൽ നിന്നും പല വ്യവസായികളിൽ നിന്നും ഇവർ പൈസ സമാഹരിച്ചിരുന്നു. ആ 1000 വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ പല തരത്തിലുള്ള മറുപടികളാണ് കേരളീയ സമൂഹത്തിൽ ഇവർ വെക്കുന്നത്. അതില് MM ഹസൻ ആയിരുന്നു KPCCയുടെ പ്രസിഡന്റ് അന്നത്തെ. ആ MM ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ 1000 വീട് നിർമ്മിച്ച് നൽകാൻ
നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ 1000 വീട് നിർമ്മിച്ചു നൽകാൻ ഇപ്പോൾ ആവില്ല. എങ്കിലും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ നിർമ്മിച്ച് നൽകും എന്ന് പറയുകയുണ്ടായി. പക്ഷെ അതിനുശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചോദിച്ചു. അപ്പോ MM ഹസൻ മാറി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നു. ആ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് MM ഹസൻ ആയിരുന്നു നേരത്തെ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തോട് പോയി ചോദിക്കാനാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ രീതി. ഒരാള് KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ഒരാളാണല്ലോ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത്. പുതിയതായി ഒരാൾ ചുമതല ഏറ്റാലും KPCCയുടെ പഴയ നിലവിലുണ്ടായിരുന്നതും പഴയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുതിയ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പറയേണ്ടതല്ലേ? എങ്കിൽ പക്ഷെ ഇവരൊന്നും ഒരു കാര്യവും കൃത്യമായി പറയില്ല എന്നുള്ളത് ഇവരുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയി. അതിനുശേഷം KPCCയുടെ പ്രസിഡന്റായി K സുധാകരൻ വന്നു. ഇവിടുത്തെ ഈ കോവിഡ് ബാധിച്ച ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിദേശത്ത് നിന്ന് അന്ന് കിട്ടാവുന്ന അന്നത്തെ സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഒരു പ്രത്യേക അകലം പാലിച്ചുകൊണ്ട് നമ്മൾ മാസ്ക് ഒക്കെ ധരിച്ച് പുറത്തിറങ്ങേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ സമയത്ത് ആൾക്കാരുടെ ജീവൻ, ഇവിടെ കോവിഡ് ബാധിച്ച് ഒരുപാട് ജീവനുകൾ പൊലിയുന്ന സമയത്തും വിദേശ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങളിൽ പോലും ജീവനുകൾ പൊലിയുന്ന സമയത്ത് കേരളത്തിൽ അത്രയും ജീവനുകൾ പോകാതെ സംരക്ഷിച്ച് നിർത്തിയത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറിന്റെയും ഈ ഗവൺമെന്റിന്റെയൊക്കെ ഒരു ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇപ്പോഴും ഇരിക്കുന്നത്. ആ ഒരു സത്യാവസ്ഥ നമുക്ക് നിലനിൽക്കുകയാണ്. അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് വിളിച്ചിരുന്നത് കോവിഡ് റാണി എന്നായിരുന്നു. എന്തായിരുന്നു കോവിഡ് റാണി എന്ന് പറയാൻ കാര്യം? വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാസ്കും മറ്റ് ഈ കോവിഡിന് പ്രതിരോധിക്കുന്ന ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ നമ്മൾ അന്നത്തെ സോഴ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് കുറെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടായി. അതിൽ മാസ്ക് ഉണ്ട്, പുറമേ ധരിക്കുന്ന മറ്റു വസ്ത്രങ്ങളെല്ലാം വാങ്ങിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ട് അധിക പൈസ, അന്നത്തെ ചെലവനുസരിച്ച് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. ആ വാങ്ങിച്ചതിന്റെ പേരിൽ നമ്മുടെയൊക്കെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധിയെ വിളിച്ചത് കോവിഡ് റാണി എന്നാണ്. കുട്ടനാട് പോലുള്ള വെള്ളപ്പൊക്ക പ്രദേശത്ത് 1000 വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞെടുത്ത് 500 വീട് പോലും നിർമ്മിച്ച് നൽകാത്ത ഇവരാണ് ജീവൻ സംരക്ഷിച്ച് നിർത്തുന്ന ആ മന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചത്. ആ കവളപ്പാറ ദുരന്തത്തിലും ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ ഒരുപാട് പൈസ പിരിച്ചിരുന്നു. പക്ഷേ പൈസയുടെ കണക്കോ മറ്റ് കാര്യങ്ങളോ കേരളീയ സമൂഹത്തോട് ഇതുവരെ പറയുവാൻ ഇവർ തയ്യാറായിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ആദ്യം പറഞ്ഞിരുന്നത് 25 വീട് ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു. ആ 25 വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി കേരളീയ സമൂഹത്തോട് ചോദിച്ചപ്പോൾ അവർ അകമഴിഞ്ഞ് സഹകരിക്കുകയും സാമ്പത്തികമായി കുറെ സഹായങ്ങൾ കൊടുക്കുകയും ചെയ്തു. അത് അണപ്പൈ വ്യത്യാസമില്ലാതെ നേരെ ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും ആ ഗവൺമെന്റിൽ കൊടുത്ത പൈസ കൃത്യമായി അപ് ടു ഡേറ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏതൊരു വ്യക്തിയും ചോദിച്ചാൽ കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ആ വെബ്സൈറ്റിൽ ഇട്ടുകൊണ്ട് ആ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഗവൺമെന്റ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൗൺഷിപ്പ് ഒക്കെ അവിടെ പണിത് വരുന്നത്. ഈ ടൗൺഷിപ്പ് പണിത് കൂടാതെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ഡെയിലി അവിടെ സംരക്ഷിച്ചു പോരുന്നതിന് വേണ്ടി പൈസ അവരുടെ കൈവശം കൊടുക്കുകയും അവരെ ഈ ടൗൺഷിപ്പ് പൂർത്തിയാകുന്നത് വരെ വാടക വീടുകളിൽ കഴിയുന്നതിന് വേണ്ടി അതിനുള്ള സാമ്പത്തിക സഹായവും അവിടെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കൂളുകളിൽ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ആ വിദ്യാർത്ഥികളെ മുഴുവൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും വളരെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്
വയനാട് ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ കോൺഗ്രസുകാർ പിരിച്ച പൈസയും അതിന്റെ കണക്കും ചോദിക്കുമ്പോൾ ഒരു ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള കുറെ കണക്കുകളും കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഇവരുടെ നിത്യേനയുള്ള ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയുടെ കാര്യം ചോദിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല എന്നുള്ളത് വേറെ വസ്തുതയാണ് കേട്ടോ. അതിൽ യാതൊരു തർക്കമില്ല. ഒരു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് ചകഞ്ഞ് ചോദിക്കുന്നതിനോ ഈ പൈസ ആരുടെ അക്കൗണ്ടിലാണ് കൃത്യമായി പോയിട്ടുള്ളതെന്നോ അതിനെക്കുറിച്ചൊരു വ്യക്തതയുമില്ലാതെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയെ പറ്റി അവരോട് ചോദിച്ചാലുള്ള ഉത്തരം എന്താണെന്ന് അറിയാമോ? അത് ഈ 80 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളതെന്നും ബാക്കി പൈസയൊക്കെ ബാങ്ക് ഇടപാട് മൂലമാണ് തന്നിട്ടുള്ളതെന്നുമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എങ്കിൽ ഈ ബാങ്ക് ഇടപാട് മൂലം തന്നിരിക്കുന്ന പൈസ മുഴുവനും എത്ര രൂപയെന്ന് ഈ ജനങ്ങളുടെ മുമ്പാകെ ഒന്ന് അവതരിപ്പിക്കണ്ടേ? അതിനുള്ള ഒരു കഴിവ് പോലും ഇല്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസ് ആണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പിരിച്ച പൈസ എവിടെയെന്ന് ഇവർ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അവിടെ നിന്ന് പ്രഖ്യാപിച്ചതാണ് 100 വീട് വെച്ചു കൊടുക്കുമെന്ന്. ഇന്നേ വരെ ഒരു വീടിന്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നിട്ടില്ല. അതാണ് കോൺഗ്രസ്. തന്നെയാണ് മുസ്ലിം ലീഗ്. കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പൈസ ഇവര് സമാഹരിക്കുകയും സ്ഥലം മേടിച്ചു. പക്ഷെ അത് മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ മറ്റ് കൃഷികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് സംബന്ധിച്ച് കാണുന്നത്. അപ്പോ ഇവർക്ക് ഭരണമില്ലാഞ്ഞിട്ട് ഈ പരുവത്തിലാണെങ്കിൽ എങ്ങാനും ഭരണം കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും?